പ്രൈസ് ലോർഡ്. മനോഹരമായ ഒരു ദിവസം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ഒരു പുതിയ ആഴ്ചയുടെ പ്രാരംഭ ദിനത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ ആഴ്ചയുടെ ആരംഭ ദിനം നമുക്കൊന്ന് അനുഗ്രഹിച്ച് നമുക്ക് ആരംഭിക്കാം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരമാണ് നമുക്ക് അനുഗ്രഹിക്കാനുള്ളത്. തിരുവചനം പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ആ പദം പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സകല സാഹചര്യങ്ങളെയും അനുഗ്രഹിക്കുവാനുള്ള ഒരു അധികാരം നമുക്ക് മേലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു വ്യക്തിയോടും നിങ്ങൾ എന്തായിരിക്കണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അനുഗ്രഹം അനുഭവിക്കാനുള്ളതായതുകൊണ്ട് നിങ്ങൾ അവരെ അനുഗ്രഹിച്ചോണം. എത്ര ശത്രുത ഉണ്ടായാലും എത്ര പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അവർക്ക് ദോഷം ചെയ്യുകയോ ദോഷമായി ചിന്തിക്കുകയോ ചെയ്യാതെ അവരെ ഒന്ന് അനുഗ്രഹിക്കുക. അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. നമുക്ക് വളരെ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന അനുഗ്രഹമായിരിക്കണം. നമ്മുടെ അകത്തുനിന്ന് കൈപ്പൊരിക്കലും വരരുത്. നമ്മുടെ അകത്തുനിന്ന് എന്ത് വിതയ്ക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരും. കാരണം നമ്മൾ ദൈവമക്കളാണ്. തിരുവനന്തപുരം കാൺമീൻ നാം ദൈവമക്കളെന്ന് വെളിപ്പാൻ തപ്പണം. പിതാവ് എത്ര വലിയ പദവി നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവമക്കളാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവമക്കളായി തീരുവാനുള്ള അവകാശ പദവി നൽകിയിരിക്കുക. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച സകലരും ദൈവമക്കളാണ്. ദാസന്മാരല്ല, പുഴുവല്ല, അടിയനല്ല, പൊടിയനല്ല, വിശ്വാസിയല്ല. നിങ്ങൾ ദൈവമക്കളാണ്. പലപ്പോഴും ഞാൻ ഏതുമില്ല, ഞാൻ ഒന്നുമില്ല എന്നൊക്കെയുള്ള വലിയ ഈ മായത്താഴ്മയും നിസ്സാരതയൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മക്കളാണ്. അപ്പനും മക്കളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് വിളച്ചിലുകാരുടെ ഇടപാടാണ്. ഞാൻ ഒന്നുമില്ല, യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിനയിക്കുന്ന രീതികൾ. ഒന്നില്ലെങ്കിൽ മൂഢത്തരം, അറിവില്ലായ്മ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മായത്താഴ്മ. എന്താണെങ്കിലും നമുക്കുണ്ടാകുന്ന തിരിച്ചറിവ് നമ്മൾ മക്കളാണെന്നുള്ള ബോധ്യമാണ്. അതിൽ നിന്നുകൊണ്ടൊരു അപ്പനോട് സംസാരിക്കുന്ന പോലെ വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ അപ്പൻ നമുക്ക് മേൽ പകരുന്ന അധികാരത്തെപ്പറ്റി ബോധ്യമുണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞതുപോലെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പൻ നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്ന പദ്ധതി. നമ്മൾ അപ്പൻ്റെ നാവായി നിന്നുകൊണ്ട് അനുഗ്രഹിക്കുക. അതിന് പകരം നമ്മുടെ ഹൃദയം കയ്പ് നിറഞ്ഞതും മറ്റുള്ളവരെ ശാപഗ്രസ്തമായ നിലയിൽ ചിന്തിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് ഹാനികരമാവും, കോട്ടമായി തീരും. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ശത്രുവിനെ കൂടി അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിക്കും എന്ന് കർത്താവ് പറയുകയാണ്. അത് നമ്മൾ പിന്തുടരണം. ദൈവത്തിന് മഹത്വം. ഒരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എടുത്ത, പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞതുകൊണ്ട് സമയം നീണ്ടുപോയി. വളരെ വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത് വാക്യമാണ്. ഹീബ്രൂ ചാപ്റ്റർ 2:18. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. കർത്താവായ യേശു ക്രിസ്തു താൻ പരീക്ഷ സഹിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, താൻ പരീക്ഷിതനാക്കപ്പെട്ടിരിക്കുന്നുണ്ട്, താൻ പരീക്ഷയിലൂടെ കടന്നു പോയതുകൊണ്ട്, ഞാൻ ഇന്നലെ നമ്മുടെ കൺവെൻഷനിൽ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നന്മ മാത്രം ചെയ്യുവാൻ വന്ന താൻ സകല തിന്മയും അനുഭവിച്ച് അവിടുന്ന് കടന്നു പോകേണ്ടതുണ്ട്. മുഴുവൻ തിന്മകളും, ഈ ലോകം മുഴുവൻ അവന് തിന്മയാണ് നൽകിയത്. ഉപദ്രവങ്ങളും പീഡനങ്ങളും അപമാനങ്ങളും ഒരുപാട്. എങ്കിലും അവനിൽ നിന്ന് നന്മ മാത്രമേ വന്നുള്ളൂ. സകല കഷ്ടങ്ങളും അനുഭവിച്ചു. മനുഷ്യരായി ഈ ഭൂമിയിൽ പിറക്കുന്ന ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട സമസ്ത കഷ്ടതയുടെ മേഖലകളും താണ്ടിയാണ് അവൻ ക്രൂശിനെ ജയിച്ച് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് എനിക്ക് പറയുവാൻ കഴിയും, ആ പരീക്ഷിക്കപ്പെട്ട കർത്താവ് പറയാണ്, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകും. അപ്പോൾ ഇന്ന് ഭൂമിയിൽ ആയിരിക്കുന്ന നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിരവധി പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് നാം കടന്നു പോകുന്നത്. ഒരുപാട് ഹഡിലുകളെ നാം മറികടക്കേണ്ടതായി വരുന്നുണ്ട്. പല പ്രശ്ന സങ്കീർണമായ അവസ്ഥകളും ഇമോഷണലിയും ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. പക്ഷേ അവിടെയൊക്കെ നാം പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒന്നുണ്ട്. സ്വതന്ത്രം നാം ഒരു ദൈവവൈതലാണ്. അങ്ങനെ നാം ഒരു ദൈവവൈതലാണെങ്കിൽ പരീക്ഷിക്കപ്പെടുന്ന നമുക്ക് വേണ്ടി ആ പരീക്ഷിതനായി തീർന്ന കർത്താവ് സ്തോത്രം പ്രവർത്തിക്കുമെന്നുള്ളൊരു ഉറപ്പ് ഒരു ദൈവവൈതലുണ്ടാവും. അവിടെ സമചിത്തത നഷ്ടപ്പെട്ടു പോകരുത്. അവിടെ ആക്ഷേപരാകരുത്. അവിടെ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കണം. എന്തു വന്നാലും എൻ്റെ കർത്താവ് എനിക്ക് തുണയാണ്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ദോഷമായി ഒന്നും ചെയ്യത്തില്ല. അത് നമുക്ക് അനുഗ്രഹമായി സകലതും കൂടി വ്യാപരിപ്പിക്കുക. അതിനെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന തിരുവചനം പറയുന്നത്. അപ്പോൾ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല കർത്താവ്. നമ്മളെ സ്വതന്ത്രം പരീക്ഷിതനായിരിക്കുന്നത് കൊണ്ട്, പരീക്ഷ അനുഭവിച്ചിരിക്കുന്നതുകൊണ്ട്, പരീക്ഷകളിൽ അകപ്പെടുന്ന നമ്മളെ അതിൽ നിന്ന് വിടുവിപ്പാനും രക്ഷിപ്പാനും പര്യാപ്തനായ ദൈവമാണ് സ്വതന്ത്രം. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ ധൈര്യവും ബലവും ഉറപ്പും പകരുകയാണ്.
കർത്താവ് ഞാനും നിങ്ങളും ഫേസ് ചെയ്യുന്ന സകല പരിശോധനകളും പരീക്ഷകളും കടന്ന് പോയ ജയിച്ച ഒരു ദൈവമാണ് ആ കർത്താവ്. സ്വത്രം നമ്മൾ കടന്നു പോകുന്ന പരീക്ഷകളിൽ നമുക്ക് സഹായകനായി കൂടെയുണ്ട്. നമ്മളവിടെ താളടിയായി പോകാതെ, തളർന്നു പോകാതെ, അപമാനമാകാതെ നമ്മെ കരം പിടിച്ചുയർത്തും. അത്ഭുതകരമായ വിജയം നമുക്ക് നൽകും. അതുകൊണ്ട് ഇന്ന് പകൽ സ്തോത്രം ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം. ആ കർത്താവിൻ്റെ മഹത്വത്തെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് നമുക്ക് ഈ പകൽക്കാലം കൃപ തരും. ഈ ഒരാഴ്ചക്കാലത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ. നിങ്ങളുടെ കാൽച്ചുവടുകൾ വിജയത്തിൻ്റെതായി തീരട്ടെ. പരാജയങ്ങൾ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ദൈവകൃപ നിങ്ങളിൽ അധികമായി പകരപ്പെടുമാറാകട്ടെ. ദൈവമഹത്വം കണ്ട് ഞാനും നിങ്ങളും സന്തോഷിക്കുന്ന ഒരാഴ്ചയായി ഈ ആഴ്ച തീരും. പരീക്ഷ സഹിച്ച നല്ല കർത്താവ് പരീക്ഷയിൽ അകപ്പെടുന്ന നമുക്ക് വേണ്ടി സ്തോത്രം അവൻ ഇറങ്ങി വരും, പ്രവർത്തിക്കും, ബലപ്പെടുത്തും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഏകരല്ല, ഉപേക്ഷിക്കപ്പെട്ടവരല്ല, അന്യരല്ല. ക്രിസ്തു കൂടെയുണ്ട്. ആ നല്ല രക്ഷകനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, കഠിന ശോധനകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, പരീക്ഷ സഹിക്കുവാൻ കഴിയാതെ വണ്ണമുള്ള തിക്തതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവിടുന്ന് പരീക്ഷിതനാക്കപ്പെട്ട നല്ല ദൈവമേ, അങ്ങ് കടന്നുപോയത് അങ്ങേക്കറിയാവുന്നത് കൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ കടന്നു പോകുന്ന തീച്ചൂളയിൽ, വേദനയിൽ, ചെയ്യിപ്പാൻ കഴിയാത്ത പരിശോധനകളെ മറികടപ്പാനുള്ള കൃപ അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ജീവിതയാത്രയിൽ ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാൻ അവരെ ഇടയാക്കണമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചാനൽ 1 ഒരു കുഞ്ഞു പോലും തകർന്നു പോകാൻ, താളടിയായി പോകാൻ ഇടവരാതെ വണ്ണം ദൈവത്തിൻ്റെ മഹത്വം അവരിലേക്ക് പകരപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ, അവരുടെ ഭാരങ്ങൾ എടുത്ത് മാറ്റപ്പെടട്ടെ, അവരുടെ ജീവിതം ധന്യമായി തീരട്ടെ. ക്രിസ്തുവിൽ ആനന്ദിപ്പാൻ തപ്പോണം അവരിലേക്ക് ഉറപ്പും ധൈര്യവും ബലവും പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയിലേക്ക് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിലെ പ്രതിസന്ധികളിൽ അവരെ നട്ടം തിരിയുമ്പോൾ എൻ്റെ അപ്പൻ അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചൊരു വലിയ സാക്ഷ്യമായ വിഷയങ്ങളെ തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് പരീക്ഷയ്ക്കായി പോകുന്ന പിള്ളേരെ ഏൽപ്പിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, എക്സാമുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൊടുക്കണം. അവരുടെ ഉത്കണ്ഠകളെല്ലാം മാറട്ടെ. കർത്താവ് കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം. കുടുംബജീവിതങ്ങൾ ധന്യമായി തീരട്ടെ, അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഭാര്യഭർത്തൃ ബന്ധങ്ങൾ ഉറപ്പാകട്ടെ. കുഞ്ഞുങ്ങളും അപ്പനും അമ്മമാരുള്ള ബന്ധങ്ങൾ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് ശ്രേഷ്ഠതയുള്ള പങ്കാളികളെ കൊടുത്ത് മാനിക്കുന്നതിനായി സ്തോത്രം. കടഭാരങ്ങളാൽ തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസവും വിടുതലും നൽകി പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കൽപ്പിച്ച് അവരെ കരകയറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളായി കാണുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ വേദനയോടെ അവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ കരം അവരെ തൊടുമാറാകണം. അങ്ങേ അത്ഭുതകരമായി നടത്തണം. ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ തന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ സഹോദരങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ വ്യക്തിബന്ധങ്ങളിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ കർത്താവ് കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട വസ്തുവും വീടും വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കാര്യങ്ങളിൽ ദൈവിക തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഗ്രഹമായി പെയ്തിറങ്ങട്ടെ. കർത്താവ്, കുടുംബങ്ങളെ ഓരോന്നിനെയും അനുഗ്രഹിക്കുന്നു. ദൈവമഹത്വം കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. ആഹാരത്തിനായി ക്ലേശപ്പെടുന്നവർ, ബുദ്ധിമുട്ടുകൾ, പട്ടിണിയിൽ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് അതതിൻ്റെ ആഹാരങ്ങളെ നൽകി അവരെ മാനിക്കണമേ. വഴികളെ തുറക്കണമേ. കരുതലിൻ്റെ കരങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിക്കണം. ഈ പകൽ സമാധാനവും ശാന്തിയും ഞങ്ങളുടെയും ഞങ്ങളുടെ ദേശങ്ങളിലും വാഴട്ടെ. ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾ സ്വസ്ഥതയാകട്ടെ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ്. ദൈവമഹത്വം നിറയട്ടെ. യെരൂശലേമിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, തൃക്കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഉത്തരമരുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ മറ്റൊരു ദിനം നമുക്ക് കർത്താവ് നൽകിയിരിക്കുക. ഈ ദിനം ജയഭേരി മുഴക്കുന്ന ആഘോഷമുള്ള ഒരു ദിവസമായി തീരട്ടെ. സായാഹ്നം വലിയൊരു സാക്ഷ്യത്തിന് നിങ്ങളുടെ നാവുകൾ തുറക്കുവാൻ ദൈവം വ്യക്തിപരമായ ജീവിതത്തിലിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നാളെ പ്രഭാതം കാണുവോളൂ തിരുച്ചിറകിൽ നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടട്ടെ. രാത്രി നമ്മുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്. ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ വാട്സപ്പിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ സൂമിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 1 നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ രാത്രി ഇരുന്നപ്പോൾ പ്രിയപ്പെട്ടവരുടെയൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നു, ഒരുപാട് പേരുടെയൊക്കെ പല റീൽസും പല വിധമായ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ചിലരുടെ ആത്മീയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും ചാനൽ 1 നമ്മളും എന്നെയും ഒക്കെ സ്നേഹിക്കുന്നുവെങ്കിൽ
നമ്മുടെ ഈ മീറ്റിങ്ങുകളുമൊക്കെ നിങ്ങളുടെ പേജുകളിൽ, ഫേസ്ബുക്കുകളിൽ, പ്രൊഫൈലുകളിൽ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മൾ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുകയും ആത്മാക്കളെ നേടുകയും ഇവാഞ്ചലൈസേഷനാണ് നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും. നമ്മൾ ദൂതും പ്രവചനവും ഒക്കെ പറഞ്ഞ ആൾക്കാരെ കൂട്ടി ഒരു വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഒരുപാട് പേർ രക്ഷിക്കപ്പെടുകയും സുവിശേഷം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സുവിശേഷത്തെ സ്നേഹിക്കുന്ന, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ കൈത്താങ്ങാകണം. നിങ്ങളുടെ ഒരു ഷെയർ, നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ നമ്മുടെ ഒരു പരസ്യ മീറ്റിംഗ് ഷെയർ ചെയ്യുമ്പോൾ, നമ്മുടെ ഒരു കൂട്ടായ്മയുടെ മീറ്റിംഗ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും പ്രമുഖരായ ഒരുപാട് ആൾക്കാരെ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെയും കൂടി ഒന്ന് പരിഗണിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കും. അത് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കൂട്ടായ്മയിലേക്ക് വളരെ ശക്തമായി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ആരുടെയും പ്രൊഫൈലുകളിലോ പേജുകളിലോ ചാനൽ 1-ൻ്റെ ഒരു മീറ്റിംഗ് പോലും ഷെയർ ചെയ്യപ്പെടുന്നത് കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. കാരണം ദൈവത്തിൻ്റെ നിയോഗമില്ലാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. സ്നേഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും അവിടെയൊക്കെയാണല്ലോ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു. നല്ല പ്രിയ സഹോദരന്മാർ, തകർന്നതിനെയൊന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. തകർന്നതിനെയൊന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. മരിച്ചതിനു നിത്യജീവൻ പകർന്നിടാൻ മരണത്തെ ജയിച്ചിമ്മാനുവേൽ. മരിച്ചതിനു നിത്യജീവൻ പകർന്നിടാൻ മരണത്തെ ജയിച്ചിമ്മാനുവേൽ. അസാധ്യങ്ങൾ സാധ്യമാക്കുവാൻ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും നിനക്കായവൻ. അസാധ്യങ്ങൾ സാധ്യമാക്കുവാൻ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും നിനക്കായവൻ. നിന്റെ കഷ്ടത, നിന്റെ കണ്ണുനീർ മാറ്റിടുവതിനായി കൈപ്പുനീർനാഥൻ കുടിച്ചില്ലേ, ചാട്ടവാറടിയേറ്റില്ലേ, ചാട്ടവാറടിയേറ്റില്ലേ. തകർന്നതിനെയെന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. ആവശ്യങ്ങൾ അറിഞ്ഞിടുന്നവൻ എന്നും കരുതിടും നിനക്കായി വേണ്ടതൊക്കെയും. ആവശ്യങ്ങൾ അറിഞ്ഞിടുന്നവൻ എന്നും കരുതിടും നിനക്കായി വേണ്ടതൊക്കെയും. നിന്റെ ഭാരങ്ങൾ, നിന്നിരാശകൾ നീക്കിടുവതിനായി യേശു മുൾമുടി ധരിച്ചില്ലേ, ഘോരക്കുരിശു ചുമന്നില്ലേ, ഘോരക്കുരിശു ചുമന്നില്ലേ. തകർന്നതിനെയെന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. മുറിവുകൾ സൗഖ്യമാക്കുവാൻ വൈദ്യനായവൻ കൂടെയുണ്ടെന്നും. മുറിവുകൾ സൗഖ്യമാക്കുവാൻ വൈദ്യനായവൻ കൂടെയുണ്ടെന്നും. വേദനയെല്ലാം മായ്ച്ചിടുമവൻ, ഭാരമെല്ലാം നീക്കുമവൻ.
ഓർക്കില്ലേ? തകർന്നതിനെ എന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ് നിന്നെ മൂലക്കല്ലാക്കും. തകർന്നതിനെ എന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ് നിന്നെ മൂലക്കല്ലാക്കും.